ക്ഷമിക്കണം നീ, എങ്കിലേ എൻ പിതാവും ക്ഷമിക്കൂ നിൻ അപരാധങ്ങൾ. ക്ഷമിക്കാതെ നിൻ പ്രാർത്ഥനയൊന്നുമേ ശ്രവിക്കില്ല, സാധിക്കില്ലീശ്വരൻ. ക്ഷമിക്കണം നീ, എങ്കിലേ എൻ പിതാവും ക്ഷമിക്കൂ നിൻ അപരാധങ്ങൾ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു 36 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു, കൊളർതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു, ദോഷത്തെ വെറുക്കുന്നതുമില്ല. ദുഷ്ടനെ കുറിച്ച് പറയുമ്പോൾ, ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നാ പറയുന്നത്. അതെത്ര സത്യതയും മക്കളെ. ദൈവഭയം ഉണ്ടെങ്കിൽ എല്ലാരെ പോലെ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാരെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവർ നമ്മളോട് ചെയ്തതുപോലെ നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റത്തില്ല. എന്നെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഏതൊരു ദൈവഭയത്തിലും ദൈവത്തെ അനുഭവിച്ചേ പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതിനപ്പുറത്താണെങ്കിൽ അവരുടെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നതാണ്. ദുഷ്ടന് വേറെ ആരുടെ ഉപദേശം കേൾക്കുന്ന ഇഷ്ടമില്ലല്ലോ. നല്ലൊരു ഉപദേശം പറഞ്ഞു കൊടുക്കുന്നവരുടെ ആ ഉപദേശം കേൾക്കാൻ താല്പര്യമില്ലല്ലോ. തന്നോട് തന്നെ പറയും, താൻ തന്നെ നയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് തന്നെ ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. അതിനകത്തൊരു നീതികേടുണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നൊരു ദൈവഭയത്തിൽ എല്ലാരെ പോലെ പറയത്തില്ല, എല്ലാരെ പോലെ ചെയ്യത്തില്ല. അറിവില്ലായ്മയുടെ കാലങ്ങളിൽ കുറവുകൾ വന്നു ഭവിക്കാം. ദൈവത്തെ അറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ ആരും പോകത്തില്ല. അപ്പോൾ ഉള്ളിലൊരു ദൈവഭയം ഉണ്ടെങ്കിൽ ദൈവമക്കളെ നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഹൃദയത്തിൽ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ ദുഷ്ടനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നവന്. നല്ലൊരു വാക്ക് പറയുവാൻ പറ്റുമോ? ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ക്ഷമിക്കുന്നവൻ മഹാബുദ്ധിമാനെന്ന് സദൃശവാക്യത്തിൽ പറയുന്നല്ലോ. ക്ഷമിക്കുന്നവൻ മഹാബുദ്ധിമാൻ. അതെ, ഒന്ന് ക്ഷമിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനത്തിൽ പെട്ടെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നീട് പറയും, പിന്നീട് ചിന്തിക്കും, എനിക്കത്ര പറയാൻ പറ്റില്ലായിരുന്നു, ഞാനത് പറയണ്ടായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഇടപെടേണ്ടത്, ഞാൻ അങ്ങനെ അല്ലായിരുന്നു സംസാരിക്കേണ്ടത്. ദൈവമേ സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, സങ്കടത്തിലിരിക്കുമ്പോഴും കോപത്തിലിരിക്കുമ്പോഴും അബദ്ധങ്ങൾ പറയും, വളരെ തെറ്റുകുറ്റങ്ങളെ പറയത്തുള്ളൂ. ആ ദേഷ്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പിന്നീട് പശ്ചാത്താപം വരുമ്പോൾ പറയും, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണേന്ന്. സങ്കടത്തിലിരിക്കുമ്പോഴും പറയും, അന്നേരത്തെ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ എന്നോട് ക്ഷമിക്കണമെന്ന്. അപ്പോൾ ദൈവമക്കളെ, പറയുന്നത് എല്ലാവരും പറഞ്ഞൊപ്പം നമ്മൾ പറയാതിരുന്നാൽ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. അവയെ നാവിനൊരു കടിഞ്ഞാണിടുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കും എതിരായിട്ടൊരു ദോഷം പറയാനും വേണ്ട. നമ്മൾ അറിഞ്ഞ കാര്യം സത്യമാണ്, ഒന്നും അറിയത്തില്ല എങ്കിലും നമ്മുടെ ആത്മീയതയ്ക്ക് ഭംഗം വരുന്ന ഒരു കാര്യം കേൾക്കാനും കേട്ടിട്ട് അതിന് മറുപടി പറയാനും പോകാതിരുന്ന ഫലം കായ്ക്കുന്നൊരു വൃക്ഷമായി തീരാൻ നമുക്ക് സാധിക്കും. ദൈവമക്കളെ സ്തോത്രം. നമ്മുടെ ഉള്ളിലെ നീതി കാണുന്നൊരു ദൈവമുണ്ട്. കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വേണ്ടി പാടുക, കർത്താവിന് വേണ്ടി സാക്ഷി തീരാനിടയാകട്ടെ. സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ബുദ്ധിമാനായിരിക്കുന്ന നന്മ ചെയ്യുന്നതും അവൻ വിട്ട് കളഞ്ഞിരിക്കുന്നവരുടെ ദുഷ്ടൻ അത് വിട്ട് കളഞ്ഞു. പറഞ്ഞല്ലോ, ക്ഷമിക്കുന്നവൻ മഹാബുദ്ധിമാന. ഒന്ന് ക്ഷമിക്കുക, നമുക്ക് കർത്താവിൻ്റെ മഹത്വം കാണാനിടയാകും. ആമേൻ. അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യങ്ങൾ ചിന്തിക്കുന്നു, കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു, ദോഷത്തെ വെറുക്കുന്നതുമില്ലെന്ന്. ദോഷത്തെ വെറുത്തുകൊണ്ട് ദൈവസഭയിൽ ആശ്രയിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. നമ്മളിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം അറിയുന്ന ഒരുവനുണ്ട്. ആ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് നോക്കാം.
അതിനപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒത്തിരി സങ്കടങ്ങളും വേദനകളൊക്കെ വന്നാലുണ്ടല്ലോ, നമ്മുടെ കണ്ണുനീരുപ്പുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ മുഴങ്കാലം മടക്കുക. അങ്ങോട്ട് നമ്മൾ സങ്കടങ്ങളെല്ലാം ഇറക്കി വയ്ക്കുക. ഉത്തരം കിട്ടും ദൈവമക്കളെ, മറുപടി കിട്ടും. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ദൈവം തരും. ഒന്ന് കാത്തിരിക്കാനൊരു മനസ്സൂടെ മതി. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഉത്തരം തരുമെന്ന് കാത്തിരുന്ന് വിശ്വസിക്കുന്ന മക്കളെ, കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. കഴുകനെ പോലെ കൊതിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടതുപോലെ കർത്താവെ, എന്തെങ്കിലും കുറവുകൾ തന്നിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ എല്ലാവരെയും സഹായിക്കണമേ. അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ എല്ലാ പിഴകളെയും കർത്താവെ, നിന്റെ മക്കളോട് ദൈവം ക്ഷമിക്കണമേ. എൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അടിയൻ്റെ പാവത്തെ ദൈവം ക്ഷമിച്ചുകൊണ്ട്, എൻ്റെ കർത്താവെ, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എൻ്റെ എല്ലാ പിഴകളെയും കർത്താവ് ക്ഷമിച്ചുകൊണ്ട് സകല ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ ശബ്ദം ദൈവം കേൾക്കണമേ, ഉത്തരം നൽകണമേ. എൻ്റെ കർത്താവെ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് കർത്താവ് ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ആഗ്രഹിക്കുന്ന മക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമേ, ചോദിക്കുന്ന ഏവർക്കും ധാരാളമായി വാരി വിതറിക്കൊടുക്കുന്ന കർത്താവെ, ക്ഷമിക്കാൻ സഹിക്കാൻ പൊറുക്കാനുള്ള മനസ്സ് കൊടുത്ത് എല്ലാവരും അനുഗ്രഹിക്കണമേ. ക്ഷമിക്കുന്നവൻ മഹാബുദ്ധിമാൻ. അതേ കർത്താവെ, വചനം നിറവേറി കാണാൻ കേൾക്കാൻ എല്ലാവരും ദൈവം ഒരുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.